മക്കളെ സിന്തറ്റിക് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കല്ലേടാ, അച്ഛനെയും അമ്മയൊക്കെ നോക്കണേ, അവരെയൊന്നും വേദനിപ്പിക്കലേ, അവരെയൊന്നും കണ്ണുനീരിലാക്കല്ലേ. ഇതൊന്നും പറഞ്ഞ ഞാനല്ല, വേടനാണ്. വേടനെ എല്ലാവർക്കും അറിയാം, റാപ്പറാണ്. ഇപ്പോൾ യുവതലമുറയുടെ ഒരു ഹരം തന്നെയാണ്. ഒരു തീ പാറുന്ന റാപ്പ് സംഗീതവുമായിട്ട് വേടൻ ഇങ്ങനെ കേരളം മുഴുവനും തീയായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. വേടൻ്റെ ഒരു മ്യൂസിക് ഷോയിലൊക്കെ 10,000-കണക്കിന് യുവാക്കളും യുവതികളും ഒക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു ഹരം, വേടൻ എന്ന് പറഞ്ഞ ഒരു ഹരം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വേടന്റെ വാക്കുകളാണ്. ഈ ഒരു വാക്കൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. വേടൻ വളരെ നിസ്സാരമായിട്ടാണ് ഈ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്നത്. ആ ഒരു റാപ്പ് സംഗീതമൊക്കെ അവതരിപ്പിക്കുന്ന വേദിയിൽ എടാ മക്കളെ എന്നൊക്കെ വിളിച്ച് നല്ല കാര്യങ്ങൾ, എടാ മക്കളെ തല്ലൊന്നും കൂടല്ലേടാ, ഇതൊക്കെ പറയുമ്പം തന്നെ എന്താ പറയുന്നേ, പിള്ളേർക്കൊക്കെ ഒരു ഭയങ്കര ഒരു എനർജിയാണ്. അപ്പൊ അത്രയ്ക്ക് ഈ കുട്ടികളുടെ ഇടയിലേക്കും ഈ മുതിർന്നവരുടെ ഇടയിലേക്കും ഈ കൗമാരപ്രായക്കാരുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു പവർ, ഒരു തീ വേടനുണ്ടായിരുന്നു. ഒരു പക്ഷേ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ക്യാമ്പയിനും ഒക്കെ നമ്മുടെ കേരളത്തിൽ നടന്നപ്പോൾ ഒരു പക്ഷേ ഈ വേടൻ്റെ ഈ 1-2 വാക്കുകൾ ഈ 100 ക്യാമ്പയിനുകൾ നടക്കുന്നതിന് തുല്യമായിരുന്നു ഒരു വാക്കെന്ന് പറയാം. അത്രയേറെ എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വേടൻ. ഞാനും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിരുന്നു ഇടയ്ക്കൊക്കെ വേടനെ. കാരണം വേടൻ എന്താണ്, കാരണം ഈ പറഞ്ഞതുപോലെ കുട്ടികളെല്ലാം വേടൻ വേടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പാട്ടൊക്കെ പാടി, നീ പുലയനല്ല പാണല്ലല്ല ഞാൻ തമ്പുരാനുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പിള്ളേരൊക്കെ വീട്ടിൽ കിടന്ന് പാടുമ്പം മാത്രമല്ല കുറേ പാട്ടുകളുണ്ടല്ലോ. അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ ഞാനും ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതെന്താണ് എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പം വളരെ തീ പൊരിക്കുന്ന അല്ലെങ്കിൽ തീ പാറുന്ന തരത്തിലുള്ള ലിറിക്സാണ് വേടൻ എഴുതുന്നത്. അത്തരത്തിലുള്ള എന്ന് വെച്ചാൽ നല്ല ഒന്നാന്തരം കവിത. ഒരു പക്ഷേ പണ്ടൊക്കെ നമ്മളൊക്കെ കവിതകൾ വായിക്കും, പണ്ടത്തേക്കുള്ള കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കും, റീഡിങ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പക്ഷെ ഇന്നൊന്നും റീഡിങ് ഇല്ല. അപ്പോൾ എപ്പോഴും ഇൻസ്റ്റ, യൂട്യൂബൊക്കെയാണ് കുട്ടികൾ നോക്കുന്നത്. കുട്ടികളുടെ ഇടയിൽ ഒരു വായനാശീലമില്ല. അപ്പോൾ അത്തരത്തിൽ വായനാശീലമില്ലാത്തടത്ത് ഇപ്പം വേടൻ ഈ കവിത എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും അത് വായിക്കില്ലായിരുന്നു. പക്ഷെ വേടൻ ആ കവിത എഴുതിയിട്ട് അത് റാപ്പ് സംഗീതമാക്കി വേടൻ തന്നെ അത് പാടിയപ്പോൾ അത് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. അത് കുട്ടികളെ കുറച്ചുകൂടി ഗ്രഹിക്കാൻ സാധിച്ചു. അത് ഒരു ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല വേടൻ എഴുതിയിരുന്നത്. വേടൻ്റെ കവിതകളൊക്കെ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കവിതകളാണ്. ഇപ്പം കടലമ്മ കരയണ എനിക്ക് കൂടുതൽ ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ എനിക്ക് ആ പാട്ട് വരുന്നത്, പക്ഷെ ഞാനത് ഒരുപാട് തവണ കേട്ടിട്ടുള്ള പാട്ടാണ്. മാത്രമല്ല മഞ്ഞുമ്മൽ ബോയ്സിനകത്തൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് പാടിയിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പം ഹമാസ് ഗാസ യുദ്ധം, ഇസ്രായേൽ യുദ്ധം, റഷ്യ, ഈ പറഞ്ഞോണം യുദ്ധങ്ങളെ പറ്റിയും ഈ ആഗോള കാര്യങ്ങളിലുള്ള കാര്യങ്ങളെയൊക്കെ പറ്റി വളരെ ഷോർട്ടായിട്ട് ഒരു 2 വേർഡിൽ ചിലപ്പം 1000 കഥകൾ പറയുന്ന തരത്തിലുള്ള കവിതകൾ അല്ലെങ്കിൽ ലിറിക്സ് ആണ് വേടൻ എഴുതിയത്. അത്രയ്ക്ക് ബുദ്ധിയുള്ള, ക്രിയേറ്റിവിറ്റിയുള്ള, അറിവുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് വേടൻ. ആ വേടനെയാണ് ഇന്നലെ പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. കഞ്ചാവ് വലിച്ച് ഹോട്ടൽ റൂമിൽ ഇരുന്നപ്പോഴാണ് തൂക്കിയെടുത്തുകൊണ്ട് പോയത്. 5 ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്ന 9 ലക്ഷം രൂപ. 9 ലക്ഷം രൂപ ഒരു പക്ഷേ വേടൻ പ്രോഗ്രാമിൽ നിന്ന് സമ്പാദിച്ചതായിരിക്കും. പക്ഷേ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന വേടൻ, ഈ വേടൻ തന്നെയാണ് ഈ പറഞ്ഞോണം കൗമാരക്കാർക്ക് പ്രചോദനമായിട്ടിരിക്കുന്നത്. അവരുടെ ഇടയിലേക്ക് മക്കളെ സിന്തറ്റിക് ഒന്നും വലിക്കടാ, അപ്പനെയും അമ്മയും കണ്ണീരിൽ ആക്കല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വാക്കുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആരെ വിശ്വസിക്കാൻ പറ്റും, ആരെയാണ് കുട്ടികൾ ഫോളോ ചെയ്യേണ്ടത്, ആരിലേക്കാണ് കുട്ടികൾ ചെന്നെത്തുന്നത്? അപ്പോൾ ഇതൊക്കെ ഇപ്പം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചപ്പോൾ പോലും ഒരു വിഭാഗം, നമ്മൾ ആ സോഷ്യൽ മീഡിയയൊക്കെ നോക്കിയാൽ അറിയാം, ഈ വേടനിലുള്ള ഈ ആരാധനയൊക്കെ മൂത്തിട്ട് ഇവരെന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയാണ് ഈ പിള്ളേർക്കൊക്കെ ഉള്ളത്. അവരൊക്കെ കമൻറ്റുകളൊക്കെ വരുന്നത് മനഃപൂർവ്വം കുടുക്കിയതാണ്, അല്ലെങ്കിൽ വേടൻ്റെ ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ ഇതിന് ഇടാൻ വേണ്ടി പല മാമൂലികളും അല്ലെങ്കിൽ പല ഇതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവർ ചെയ്ത പണിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇച്ചിരി കഞ്ചാവല്ല ഉള്ളൂ, അതിന് ഇത്രത്തോളം ഇതുണ്ടോ, പലരും ഡ്രഗ്സ് കയറ്റുമതി ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രഗ്സ് ഈ പറഞ്ഞ ബിസിനസ് ചെയ്യുന്നു, ഈ ഒരു 5 ഗ്രാം കഞ്ചാവിൻ്റെ പേര് വേടനെ ഇങ്ങനെ ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഒരു പക്ഷെ അന്തിച്ചർച്ചകളിൽ പോലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കുന്നതാണ്. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരാൾക്കൊരു ഉപദേശം കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം നന്നായിരിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉപദേശം കൊടുക്കുമ്പോൾ മദ്യപിക്കരുത് എന്ന് ഒരു വ്യക്തിയോട് പറയുമ്പോൾ, ഞാനിപ്പോൾ ഒരു വ്യക്തിയോട് പറയുമ്പോൾ ഞാൻ ആദ്യം മദ്യപാനം നിർത്തണം, അല്ലെങ്കിൽ മദ്യപിക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം.
എന്നിട്ട് വേണം അവർക്ക് ഉപദേശം കൊടുക്കാൻ. അല്ല ഞാൻ മുഴുക്കുടിയനായിട്ട് ഇരുന്നിട്ട് ഞാൻ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തിട്ട് കാര്യമുണ്ടോ? അത് ആരെങ്കിലും ശ്രദ്ധിക്കില്ല. അപ്പോൾ അതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ കൂടുതലും പണ്ടുള്ളവരൊക്കെ പറയും ഈ ക്രിയേറ്റിവിറ്റി ഒക്കെ വരണമെങ്കിൽ മദ്യം കഴിക്കണം, പണ്ട് കഞ്ചാവൊക്കെ വലിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയും. ഒരു പക്ഷേ ഇന്നും ഈ കലാകാരന്മാരുടെ ഇടയിൽ അതിൽ നിന്നും ഒരു മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. മറ്റേത് പണ്ട് മദ്യമാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി കൂടിയ ഈ പറഞ്ഞ ലഹരി വസ്തുക്കളാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ശ്രീനാഥ് ഭാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയൊക്കെ കാര്യം നമുക്കറിയാം. അവർ തന്നെ പറയുന്നത് ഇതിപ്പോൾ ഞങ്ങളെ മാത്രം നിങ്ങൾ എന്തിനാ ക്രൂശിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഖാലിദ് മറ്റേ 1-2 സംവിധായകരെ ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പം അവർ തന്നെ പറയുന്നത്, അപ്പം ഷൈൻ ടോം ചാക്കോ പറഞ്ഞു ഞങ്ങളെ രണ്ടുപേരെ എന്തിനാ ഇങ്ങനെ നോട്ടം ഇടുന്നത് മറ്റുള്ള ആൾക്ക്. അപ്പോൾ അടുത്ത 2 സംവിധായകരെ പിടിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ മാത്രമല്ല പ്രമുഖ നടനും നടൻ്റെ ഭാര്യയും വരെ ഇതിൻ്റെ അഡിക്റ്റഡ് ആണ്, അത് വരെ ഞങ്ങൾക്കുണ്ട് എന്നുള്ള തരത്തിൽ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു ചലച്ചിത്ര സിനിമാ മേഖല കലാകാരന്മാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ കൂടുന്നു എന്നുള്ളതാണ്, അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ പക്കാ തെളിവുകളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ചുകൂടി പോലീസൊക്കെ മുമ്പോട്ട് പോകേണ്ടുന്ന ഒരു കാലം തന്നെയാണ്. കാരണം ഇവരൊക്കെ പല പരസ്യങ്ങളിലുണ്ട്, പല ഇൻസ്പയർഡ് ആയിട്ടുള്ള പല മോട്ടിവേഷൻ കാര്യങ്ങളും സ്പീച്ചുകളൊക്കെ ഇവരെയും കൊണ്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഒരു പക്ഷേ സാധാരണ ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഈ പറഞ്ഞോണം പ്രധാനമന്ത്രി വന്നിരുന്ന് പറഞ്ഞാലും ആൾക്കാർ കേൾക്കണമെന്നില്ല. പക്ഷേ ഈ ആരാധനാപാത്രമായിട്ടുള്ള പല ആരെങ്കിലുമൊക്കെ വന്നിരുന്നു. അതുകൊണ്ടല്ലേ മോഹൻലാലായാലും മഞ്ജു വാര്യരും മമ്മൂട്ടിയൊക്കെ പല സർക്കാരിൻ്റെ പല കാര്യങ്ങളും ആടുകളിലൊക്കെ പ്രൊമോഷനിലൊക്കെ ഇവരെ ഉൾപ്പെടുത്തുന്നത്. കാരണം ഇവരൊക്കെ പറയുമ്പോൾ ആൾക്കാരിലേക്ക് എത്തും, ആൾക്കാർ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഇപ്പം ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ നടക്കുമ്പോൾ മഞ്ജു വാര്യരും മോഹൻലാൽ തുടങ്ങിയവരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇവരെയൊക്കെ വെച്ച് നമ്മൾ അത്തരത്തിൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ഇവരെ നന്നാക്കണ്ടേ, അല്ലെങ്കിൽ ഇവരുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ എന്താണെന്നുള്ള കൃത്യമായി കണ്ടെത്തണം. എന്തായാലും വേടനെ ഇപ്പോൾ പോലീസ് തൂക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഏതായാലും വേടൻ അതിൽ മാധ്യമങ്ങളോട് പറഞ്ഞ് ഞാൻ തിരികെ വരട്ടെ, വന്നിട്ട് സംസാരിക്കാം. വേടൻ നല്ലൊരു വ്യക്തി തന്നെയാണ്, നല്ലൊരു കലാകാരനാണ്. പക്ഷെ ആ കലാകാരൻ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള ലഹരി ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് നേരത്തേക്ക് വേടൻ ചില കാര്യങ്ങൾ വേടനും കൗൺസിലിങ്ങും മറ്റുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുക്കേണ്ടിയിരിക്കുന്നു. വേടൻ ചിന്തിക്കുന്നത് ഇത് വലിക്കുമ്പോൾ തങ്ങളുടെ അല്ലെങ്കിൽ എഴുത്തിൽ കുറച്ചുകൂടി വ്യാപൃതനാകാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു കാര്യത്തിൽ തിളങ്ങാൻ പറ്റും എന്നൊക്കെ ഉള്ള തരത്തിലാണ്. പക്ഷെ ഇതൊക്കെ വെറും മിഥ്യാധാരണയാണ്. ഒരുപക്ഷെ ഇതൊക്കെ നിർത്തുമ്പോഴായിരിക്കും ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ക്രിയേറ്റിവിറ്റി ഒക്കെ പുറത്തു വരുന്നത്. അപ്പം അത്തരത്തിൽ ഈ കലാകാരന്മാരുടെ ഇടയിൽ പണ്ട് മുതലേ ഉള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പം ഒരു കഴിവ് എന്ന് പറയുന്നത് ഒരു ലഹരി ഉപയോഗിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ലഹരി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടോ അല്ല കഴിവ് വരുന്നത്. കഴിവ് ജന്മനാൽ കിട്ടുന്നത് അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചു തരുന്ന ഓരോ കാര്യങ്ങളാണ്. അത് നമ്മളെ വളർത്തിയെടുക്കുമ്പോഴാണ് ശരിക്കും അതൊരു കലയായിട്ട് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥ ഒരു കല ബോധത്തോടെ ചെയ്യുമ്പോഴാണ് ആ ഒരു കലയാവുന്നത്. അബോധാവസ്ഥയിൽ ചെയ്യുന്നതൊന്നും കലയാവത്തില്ല, പക്ഷെ അത് മറ്റെന്തെങ്കിലുമൊക്കെയാണ് ആവുന്നത്. മാത്രമല്ല ഒരു സമൂഹത്തിൽ നല്ല രീതിയിൽ ഒരു റാപ്പർ സിംഗർ എന്നുള്ള രീതിയിൽ വളർന്നു വന്ന വേടൻ ഇപ്പം തളർന്നിരിക്കുകയാണ്. കാരണം തളർത്തിയത് ലഹരി തന്നെയാണ്. വേടൻ്റെ ആ ഒരു ഇമേജിന് തന്നെ വലിയൊരു കോട്ടം തട്ടുന്ന തരത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഈ ലഹരിക്ക് അടിമയായി ഈ ലഹരിയുടെ ഈ ഒരു ഉപയോഗം കണ്ടെത്തിയതും കാര്യങ്ങളൊക്കെ. എന്ത് തന്നെയായാലും ഇനിയെങ്കിലും കലാകാരന്മാരെ ഒന്ന് തിരിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ ഈ സിനിമാ പ്രവർത്തനങ്ങൾ മേഖലയിൽ ഉള്ളവർ പലതും തിരിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ഇടയിൽ തന്നെ സംഘടനകൾ കുറച്ചുകൂടി ബലപ്പെടേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ളവർക്ക് വേണ്ടുന്ന തക്ക ശിക്ഷകൾ സംഘടനകൾ തന്നെ നൽകണം. ഇവരെ ഇതിൽ നിന്നൊക്കെ മാറ്റുമ്പോൾ കുറേയൊക്കെ പിന്നീട് ഉള്ളവർ കുറച്ച് ഭയത്തോടു കൂടി തന്നെ സമീപിക്കും പല കാര്യങ്ങളും. മാത്രമല്ല ശ്രീനാഥ് ഭാസിയുടെയൊക്കെ ഈ പറഞ്ഞത് ഖാലിദ് എന്ന് പറയുന്ന സംവിധായകരെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇതിൽ നിന്ന് ഒരു മോഡൽ ഉൾപ്പെടെ സൗമ്യ എന്ന് പറഞ്ഞ മോഡലിനെ ഉൾപ്പെടെ ഇപ്പോൾ പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇവരുടെ ഇടയിൽ ഈ പറഞ്ഞ പെൺവാണിഭം വരെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പം അത്രയേറെ ഈ ഒരു മേഖല ചീഞ്ഞളിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും കുറച്ചുകൂടിയൊക്കെ ഊർജിതമായിട്ട് അന്വേഷണങ്ങളും കാര്യങ്ങളും ഇതിന് വേണ്ടുന്ന തടയിടലുകളും ഒക്കെ നടക്കട്ടെ എന്നുള്ളത് നമുക്ക് ആശിക്കാം.